മോഡിയുടെ നിരന്തരമായ സന്ദർശനം, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് മോഡി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, എനിക്കൊന്നും ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ കല്യാണത്തിന് ഒരു സിനിമാ നടൻ്റെ കല്യാണത്തിന് ഒരു പ്രധാനമന്ത്രി വരുന്ന ഫസ്റ്റ് സന്ദർഭമാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയുമാണ് നരേന്ദ്രമോദി. അദ്ദേഹം ലോക നേതാവ് കൂടിയാണ്. നമ്മുടെ ഒരു ലോകത്ത് ഇന്ന് ടോപ്പായിട്ടുള്ള 5 നേതാക്കൾ എടുത്താൽ അതിൽ എനിക്കൊന്നും ഒരുപക്ഷെ ഏറ്റവും പ്രമുഖം തന്നെയാണ് ഇപ്പം മോഡി. അപ്പോൾ അങ്ങനെ ഒരു മോഡിയുടെ സുരേഷ് ഗോപിയായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അത് സുരേഷ് ഗോപിയുടെ ഇലക്ടോറലായിട്ടുള്ള പ്രോസ്പെക്ട്സിനെ അത് വർദ്ധിപ്പിക്കും. മാത്രമല്ല തൃശ്ശൂരുമായിട്ട് കുറച്ചുകൂടി നല്ല ബന്ധം ഉണ്ടാക്കാൻ മോഡിക്ക് അത് ഗുണകരമാകുകയും ചെയ്യും. തത്വത്തിലത് മോഡിക്ക് BJP കേരളത്തിൽ എസ്പെഷ്യലി തൃശ്ശൂർ ഗുണകരമായിട്ടുള്ള നീക്കമാണ്. അല്ല, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യ ഓരോ പ്രധാനമന്ത്രിമാരുടെ അണ്ടറിലും ഇന്ത്യ മെച്ചപ്പെട്ടു വന്നതാണ്. പിന്നെ അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ അവസാന ഗവൺമെൻറ് ചില കാര്യങ്ങൾ ശക്തമായ നിലപാടെടുക്കാൻ പോയത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ DMK കാരനൊക്കെ പറഞ്ഞത് കേട്ട് അതിനനുസരിച്ച് ചെയ്യേണ്ടിയിരുന്നു. മോഡിയെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ പോലെ അദ്ദേഹത്തിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ള നല്ല കാര്യമാണ്. അത് അദ്ദേഹം നല്ല രീതിയിൽ ഇന്ത്യയെ അസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മുൻപില്ലാത്ത വിധം ഇന്ത്യയെ എസ്പെഷ്യലി പടിഞ്ഞാറൻ ലോകങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ ടാപ്പ് ചെയ്യാത്ത ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്ക് വരുമാനം എന്ന രീതിയിലും. അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൾച്ചറൽ ആസ്പെക്ട്സ് ഉണ്ട്. അതിനൊക്കെ മോഡി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിലൊന്നും ഈ രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഇതുപോലെ സന്ദർശനം നടത്തിയിട്ടില്ല. അത് അവിടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഇതിൽ മാലദ്വീപ് എന്തിനാണ് ഈ പ്രാന്തെടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടേതായ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ടൂറിസ്റ്റ് ലിങ്ക്സ് ഉണ്ട്. ലക്ഷദ്വീപിൽ വരുന്ന ആളുകൾ അവിടെയും പോകും. അപ്പോൾ അവർ ആ രീതിയിൽ നിലപാടെടുത്ത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഫോഴ്സുകളുടെ ഒരു സ്വാധീനം ഈ മന്ത്രിമാരിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെ ചൈനയുടെ സ്വാധീനം ഉള്ളതുകൊണ്ടായിരിക്കാം. കാരണം ഇത് ഒരു രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ ഒരു ഫ്രണ്ട്ലി നാഷണൽ എനിമി നാഷണൽ ആണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഉപയോഗിക്കില്ല. ഈ മന്ത്രിമാർ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളൊന്നല്ലല്ലോ, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ളൊരു എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വർഗീയ വിഷമായിരിക്കും, അതല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള ചൈന പോലെയുള്ള ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ സ്വാധീനമോ, അതല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. ഏതായാലും ഭയങ്കര മോശമായി. ഡിപ്ലോമാറ്റിക്കലി എന്താ കുട്ടിക്കളിയാണോ ഡിപ്ലോമസി എന്ന് വെച്ചാൽ? അത് ഊഞ്ഞാലാവുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. കാരണം ഇവർക്കൊന്നും പരസ്പരം ഒരുമിച്ച് പോകാൻ പറ്റില്ല. പിന്നെ മമതാ ബാനർജി അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്. മമതാ ബാനർജിയെ പറ്റി അവിടെയുള്ള മറ്റുള്ളവർക്ക് ഇതൊക്കെ തന്നെ പറയാനുണ്ട്. കാരണം ബംഗാളിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ കടുവേനെയും മാനിനെയൊക്കെ നിങ്ങൾക്ക് ഒരേ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ബംഗാളിൽ ഇപ്പോൾ CPM ശക്തിപ്പെട്ട് വരുന്നു എന്നാണ് CPM പറയുന്നത്. ശക്തിപ്പെട്ട് വരുന്ന CPM മമതയായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല, അല്ല മമത അവരെയായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല. ദുർബലമാകുന്ന CPM-ആയിട്ട് മമത കോംപ്രമൈസ് ചെയ്യും, ദുർബലമാകുന്ന CPM മമതയായിട്ടും കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ബംഗാളിലെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളും ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂർ ചിലപ്പോൾ BJP ജയിക്കും വിചാരിക്കുക. അത് തടയണമെങ്കിൽ കോൺഗ്രസും BJP ഒരുമിച്ച് നിന്നാൽ മതി. പക്ഷേ അവന്മാർ ഒരുമിച്ച് നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായി പോകുന്ന ഒരു കിനാശേരി അല്ല അത്.